കേരള പ്രദേശ് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെ ബി മേത്തർ എം പി നയിക്കുന്ന സാഹസ് കേരള യാത്രയ്ക്ക് ആലത്തൂരിൽ സ്വീകരണം നൽകി. സ്ത്രീകളെയും കുട്ടികളെയും നേരിൽ കണ്ട് ജനസമ്പർക്കം നടത്തി താഴെത്തട്ടിൽ മഹിളാ കോൺഗ്രസ് പ്രവർത്തനം ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടാണ് മഹിളാ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹിളാ സാഹസ് കേരള യാത്ര നടത്തുന്നത്. നമ്മൾ കരുത്തോടെ വിരൽ ചൂണ്ടും എന്ന് പറയുന്നത് നമ്മൾ വിരൽ ചൂണ്ടുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെതിരെയാണ്, LDF സർക്കാരിനെതിരെയാണ്. കേരളത്തിലെ അമ്മമാരുടെ കണ്ണുനീരിന് വില കൽപ്പിക്കാത്ത മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ താഴെ ഇറക്കാൻ പോകുന്നത് കേരളത്തിലെ അമ്മമാരും സഹോദരിമാരും സ്ത്രീകളുമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ യാത്ര കടന്നു വരുന്നത്. ജില്ലയിൽ പ്രവേശിച്ച യാത്രയ്ക്ക് മഹിളാ കോൺഗ്രസ് ആലത്തൂർ മണ്ഡലം കമ്മിറ്റിയാണ് സ്വീകരണമൊരുക്കിയത്. മുൻ MP VS വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. രാജീവ് ഗാന്ധിയുടെ പഞ്ചായത്ത് രാജ് നഗരപാലിക പാസാക്കിയില്ലെങ്കിൽ സ്ത്രീകൾക്ക് കൊടുക്കണം. പഞ്ചായത്ത് ഭരണം, മുനിസിപ്പാലിറ്റി ഭരണം, കോർപ്പറേഷൻ്റെ ഭരണം നടത്താൻ സ്ത്രീകൾ കഴിവുള്ളതാണ് തെളിയിച്ചിട്ടുണ്ട്. അത് ആ ലോകസഭയിൽ പഞ്ചായത്ത് രാജ് നഗരപാലിക നടപ്പിലാക്കുമ്പോൾ പലവരും സംശയം പറഞ്ഞു, 1/3 സ്ത്രീകളെ കൊടുത്ത് എവിടെ നിന്ന് കിട്ടും, ആരെങ്കിലും പാർട്ടിക്കാരുടെ ഭാര്യമാരെയോ സഹോദരിമാരെയോ എല്ലാവരും കിട്ടാൻ സാധിക്കുമെന്ന് രാജീവ് ഗാന്ധി ആ പ്രമേഹം നേരം വെളുക്കുന്നവരെ ചർച്ച ചെയ്ത് പാസ്സാക്കിയതാണ്. അന്ന് ഞാൻ ഈ നിയോജകമണ്ഡലത്തിൻ്റെ പ്രതിനിധിയായി ലോകസഭയിൽ അംഗമായിരുന്നു. അത് കഴിഞ്ഞ് രാജ്യസഭയിലേക്ക് അത് കടന്നപ്പോൾ നമുക്ക് ഭൂരിപക്ഷം കുറവാണ്, 2 ആളുടെ കുറവുണ്ടാണ്. അത് പാസ്സാക്കിയെടുക്കാൻ സാധിക്കുമെന്ന് അന്ന് ഗുലാം നബി ആസാദാണ് പാർലമെന്ററി കാര്യമന്ത്രി. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പ്രിയ അധ്യക്ഷയായി. ജില്ലാ പ്രസിഡന്റ് സിന്ധു രാധാകൃഷ്ണൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി ജയലക്ഷ്മി ദത്തൻ, വൈസ് പ്രസിഡന്റ് ലക്ഷ്മി, സംസ്ഥാന സെക്രട്ടറി പുണ്യകുമാരി, കവിത മണികണ്ഠൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KV കണ്ണൻ, മണ്ഡലം പ്രസിഡന്റ് ഹാരിസ് ആലത്തൂർ, DCC സെക്രട്ടറിമാരായ പത്മഗിരീശൻ, ഫെബിൻ, V കനകാംബരൻ, തൃപ്പാളൂർ ശശി തുടങ്ങിയവർ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.